ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇങ്ങനെ വല്ലപ്പോഴും വന്നിട്ട് സുഖമല്ലേ എന്ന് വെച്ചിട്ട് എന്താ കാര്യമല്ലേ? എന്തോ പറയാനാ, എനിക്ക് എപ്പോഴും വീഡിയോ ഇടാൻ അങ്ങ് പറ്റാറില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ അടുത്തൊരു വിശേഷം പറയാനാട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ എയിംസ് കല്യാണിയുടെ പുതിയ ബസ് സർവീസാണ്. നമുക്ക് ഫ്രീ ആയിട്ട് കൊൽക്കത്തയിൽ പോവാം. ഞങ്ങളിന്ന് കൊൽക്കത്ത ന്യൂ ടൗണിൽ ദൃശ്യം 3 കാണാൻ പോകുമായിരുന്നേ. മുമ്പ് യാത്ര ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നും അത്ര കൊള്ളില്ല കേട്ടോ. ട്രെയിനിലൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേയും കൊൽക്കത്ത ടൗണൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ബസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ID കാർഡ് മാത്രം കാണിച്ചാൽ മതി. ഫ്രീ സർവീസാന്നേ. ഇപ്പം എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മളൊരു ഗവൺമെൻറ് സർവീസിൽ കയറി നമുക്ക് കിട്ടുന്നതെന്നറിയോ? ഇതൊക്കെ ഇട്ട് കളഞ്ഞിട്ടാണ് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത്, UK പോയില്ലേ, അയർലൻഡിൽ പോയില്ലേ, എന്താ ഗൾഫിൽ പോവാത്തേ, കിട്ടിയില്ലേ എന്നൊക്കെ. ഇവിടെ ഇങ്ങനെയുള്ള ഗുണങ്ങളെന്നുള്ള കാര്യം ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വരുന്ന നോർസിറ്റും CRE ഒക്കെ ഇട്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് സർവീസിൽ കയറാൻ നോക്ക്. എന്തിനാ വെറുതെ പുറത്തു പോയി ഈ നമ്മൾ വാറിൻ്റെ ഒക്കെ ഇടയിൽ കിടന്ന് നമ്മുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നത്? ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ നേരെ കൊൽക്കത്ത ന്യൂ ടൗണിലെത്തി. സിറ്റി സെൻറ്ററിൻ്റെ അവിടെയായിരുന്നു ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഇറങ്ങി നമ്മൾ നേരെ ഊബർ പിടിച്ചിട്ട് പോയത് കൊൽക്കത്ത ന്യൂ ടൗണിലുള്ള മിറാജ് സിനിമാസിലേക്കാണ്. ദൃശ്യം 3 കാണാം. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തിയേറ്ററിലേക്ക് പോയി ഞങ്ങൾ മുമ്പും പോയിട്ടുണ്ട്. നല്ല അടിപൊളി തിയേറ്ററാണ് കേട്ടോ. ഇത് പോകുന്ന വഴിക്കുള്ള റോഡാണ്. കൊൽക്കത്ത ടൗണൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രസമാണ്. നല്ല ബ്യൂട്ടിഫുൾ സിറ്റി തന്നെയാണ് കൊൽക്കത്ത. ഇത് കൊൽക്കത്തയിലെ ഫേമസ് ആയിട്ടുള്ള ബിശ്വബംഗ്ല ഗേറ്റ് ഒരു ഹാങ്ങിങ് റെസ്റ്റോറൻ്റാണത്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അവിടെ. ഇനി എന്തെങ്കിലുമൊക്കെ പോകണം. കുറച്ചുകൂടെയൊക്കെ കഴിയട്ടെ. ജോലിയൊക്കെ കിട്ടുന്ന സെറ്റാകാൻ തന്നെയല്ലേ ഉള്ളൂ നമ്മളൊക്കെ. അങ്ങനെ തിയേറ്ററിൽ കയറി. മലയാളീസ് മാത്രമേ നമ്മൾ കൊൽക്കത്തയിൽ വന്നിട്ടേ മലയാളീസിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതെന്താ അറിയില്ല, എൻ്റെ നാട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കത് മനസ്സിലാവും. അങ്ങനെ ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വിചാരിച്ചതിനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു നമ്മളെന്താ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും വിചാരിക്കാതെ പോകണം. അടിപൊളി ഫിലിമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യൂബർ വിളിച്ചിട്ട് വീണ്ടും സിറ്റി സെൻറ്ററിൻ്റെ അവിടെ തന്നെ വന്നു. പിന്നെ വൈകുന്നേരം 5 മണിക്കായിരുന്നു നമ്മുടെ ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ലൊക്കേഷനിലെത്തായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി ഒരു മിൽക്ക് ഷേക്കൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് നേരെ ബസ് കയറാൻ വന്നു. ഞങ്ങളതൊക്കെ ഒന്ന് കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ബസ് വന്ന് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിറക്കും. പിന്നെ നമുക്ക് എന്ത് വേണം, ഇത്രയും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തു തരുമ്പോൾ ഇനി നമുക്ക് എപ്പോൾ വേണേലും പുറത്ത് പോകാമല്ലോ. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് ശരിക്കും കൊൽക്കത്ത ടൗണിലേക്ക്. പോകാൻ മടിയായതുകൊണ്ടാണ് നമ്മൾ എപ്പം പോവാതിരുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ.